ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. രാവിലെ അപ്പത്തിനും ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ ഒപ്പം നമുക്ക് ഒഴിച്ച് കറിയായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയാണ്. ഞാൻ ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നല്ലോണം പൊട്ടി കഴിയുമ്പം അതിലേക്ക് കുറച്ച് പെരുംജീരകം, ഈ പെരുംജീരകം ചേർക്കുന്നത് നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന കറിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശേഷം അതിലേക്ക് 3 ഏലക്കായും 1 പട്ട 3 ഗ്രാമ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സവാള അരിഞ്ഞത്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അതിലേക്ക് 3 പച്ചമുളക് നടുവേ ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്, തീരെ കുഞ്ഞതായിട്ടല്ല, ഒരു മീഡിയം സൈസിൽ. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇത് യോജിപ്പിക്കുക. ഇത് നല്ലോണം വഴന്ന് നമുക്ക് ആ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് തെളിഞ്ഞ് വരണം. ഈ ഗ്രീൻ പീസ് കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദുള്ളൊരു കറിയാണ്. ബാച്ചിലേഴ്സിനും കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്നവർക്കും സമയമില്ലാത്തവർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. എല്ലാവരും നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നു. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നു. ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഈ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളല്ലാതെ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുപാടൊന്നും ചേർക്കാതെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മൾ അതിലൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മുടെ വീട്ടിൽ പൊടിച്ച് വെച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാലകളെല്ലാം കൂടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങാണ് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതാണ്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് എന്താ അത് നമുക്ക് ചേർക്കാം. ഇപ്പം എനിക്കിവിടെ ക്യാരറ്റ് ഇല്ല, സോ ഞാൻ ഉരുളക്കിഴങ്ങ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലോണം ഇളക്കിയ ശേഷം ഗ്രീൻ പീസ് ചേർക്കുക. ഈ തലേ ദിവസം ഒരു 10 മണിയൊക്കെ ആയപ്പം വെള്ളത്തിലിട്ട് വെച്ചതാണ്. രാവിലെ ഞാൻ കഴുകി ഒന്നുകൂടെ വെള്ളം കളഞ്ഞെടുത്ത ഗ്രീൻ പീസാണ് ഇത്. ഒരു 2 കപ്പ് ഗ്രീൻ പീസ് ഉണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി ഈ മസാലയെല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യോജിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, 1 കപ്പ് വെള്ളം ചേർത്താൽ മതി. ഒരുപാട് അങ്ങനെ ഗ്രേവി ലൂസായി പോകണ്ട. നമുക്ക് ആവശ്യത്തിന് 1 കപ്പ് വെള്ളം ചേർത്ത് ആ ഒരു നെകക്ക് നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് നല്ലോണം ഒന്നും കൂടെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ച് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഈ സമയത്ത് കറക്റ്റാണോ വേണോയെന്ന്. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി തിള വരാൻ തുടങ്ങുന്ന സമയത്താണ് ഞാനിവിടെ കുക്കർ അടയ്ക്കുന്നത്. നമുക്കിത് ഒരു 4 വിസിലാണ് എനിക്കിവിടെ വേണ്ടി വന്നത്. രാവിലെ എനിക്ക് ഗ്രീൻ പീസ് കറിയുടെ കൂട്ടത്തിൽ വെള്ളയപ്പമാണ് കേട്ടോ. ചിലരൊക്കെ കള്ളപ്പം എന്ന് പറയും, ഇവിടെ വെള്ളയപ്പം എന്നാണ് പറയുന്നത്. വെള്ളയപ്പവും ഗ്രീൻ പീസ് കറിയുമാണ് ഇന്ന് രാവിലെ. അപ്പോൾ നമ്മുടെ കുക്കർ വിസിലൊക്കെ മാറി ഞാൻ തുറന്നു. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കറി ഇവിടെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ കടുക് വറക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കറി ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് രാവിലെ അപ്പത്തിനായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് പാല് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് പാലും ഇച്ചിരി വെള്ളവും കൂടെ മിക്സ് ചെയ്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽപ്പൊടി നമുക്ക് മിക്സ് ചെയ്തെടുക്കുമോ, തേങ്ങാപ്പാൽ ചേർക്കുമോ, അല്ലാതെ നോർമൽ പശുവും പാൽ ചേർക്കുമോ, കവറുപാൽ ചേർക്കുമോ, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇഷ്ടമുള്ള പാൽ നമ്മൾ ചേർത്ത് അതുകൂടെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും എല്ലാത്തിനും നമുക്ക് കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ വീട്ടിലുണ്ടാക്കി അത്ര അങ്ങോട്ട് ശരിയായില്ലെന്ന് പറയാറില്ലേ, ആ ഒരു ടൈപ്പ് കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.